ഫുൾ ഡീറ്റെയിൽഡ് വർക്കാട്ടോ. ഫൈബറാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് സിമെൻ്റ് ആയിരിക്കുമെന്ന്. ഇതാണ് ഫൈബർ ഷീറ്റ്. ഇതുകൊണ്ടൊരു പുലി മരത്തേൽ മരം ഒടിഞ്ഞിരിക്കുകയാണ്. അതിലൊരു പുലി ഹായ് ചേട്ടാ, താമസിച്ചോ? അടിപൊളി. ആ പിന്നെ ഇതല്ലേ മഡ്ഗാർഡ് പൊളിച്ചു. ഫൈബറല്ലേ? ഫൈബർ. ആ എസ് കേസ് അടിപൊളി കലക്കും. നല്ല മഴ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റൈഡ് എന്ന് പറയുന്നത്, ഇന്നലെ രാത്രി നമ്മുടെ ബിനോയ് ചേട്ടൻ പിടിച്ചിട്ട് എൻ്റെ മോനെ തൃശ്ശൂർ പോകണ്ടോ എന്ന് ചോദിച്ചു. ആ ബിനോയ് ചേട്ടൻ തൃശ്ശൂർ എന്ന് കുറേ പരിപാടികളൊക്കെ ഉണ്ട്. പുള്ളി തൃശ്ശൂർ അതിരപ്പള്ളിയൊക്കെ പോയി കറങ്ങി വരാൻ ഒരു 2 days റൈഡാണ്. ബിനോയ് ചേട്ടൻ കേട്ടോ, ഞാനല്ല. നമ്മളിന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല, ഉച്ച വരെ ഫ്രീ ആണ്. അപ്പോൾ ഒരു കമ്പനി കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ തൃശ്ശൂർ വരെ പോകുന്നില്ല, പകുതി വഴി അങ്കമാലിയൊക്കെ ചെന്നിട്ട് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. ഒരു 100 kilometer റൈഡ് ആവുകയും ചെയ്യും. പിന്നെ ഒരു മഴയൊക്കെ ആസ്വദിച്ച് അങ്ങ് ചവിട്ടിയിട്ട് അങ്ങ് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു റൈഡിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ മൂവാറ്റുപുഴ എത്തി ഇവിടെ നിന്ന് അങ്ങ് ഒരുമിച്ച് അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ട് കേട്ടോ. ആന നിൽക്കണുണ്ടോ? ആന, കാട്ടുപോത്ത് അവിടെ ഇല്ലാത്തൊന്നുമില്ല. ഇത് കണ്ടോ, ഒരു കൂറ്റൻ കാട്ടുപോത്ത് നിൽക്കണുണ്ടോ? കാട്ടുപോത്ത്, ആന, കടുവ, കാള, ഒട്ടകം, മീന്, എല്ലാ ജീവികളും ഉണ്ട് കേട്ടോ. നമ്മുടെ മൂവാറ്റുപുഴ തൃക്കളത്തൂര് അടുത്തുള്ള സ്ഥലം കേട്ടോ. ഇടുമല്ലേ? എന്നാ ഡീറ്റെയിലിംഗ് ആണ് നോക്കി. സിമെൻ്റ് ആന നിൽക്കണുണ്ടോ? ആനയുടെ കറക്റ്റ് വലിപ്പം കേട്ടോ. അതുപോലെ തന്നെ ഉണ്ടോ? ഇത് നോക്കി. അമ്പോ, ഇതിവിടെ ബാക്കിൽ മസായിമാര, അത് തന്നെ കെനിയയിലെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇവിടെ ഇവരുണ്ടാക്കണതാ. കടുവ, കാള, കോട്ടം. ഇതേ പുലി മരത്തേ കയറിയിരിക്കുന്നു. പുലി വലിയ ഓന്ത്. അവിടെ ഒരു ആന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആനേനെ ആ കാട്ടുപോത്തിനെ ഉണ്ടാക്കിയതുണ്ടോ? അവിടെ ഉണ്ടാക്കാനായിട്ട് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുക. കുതിര. ഇതൊരു ഗാർഡൻ പോലെ വെച്ചേക്കണം കേട്ടോ. അത് ഈ ചേട്ടനവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ. ഉണ്ടാക്കി കഴിഞ്ഞാണോ? പെയിൻറ്റ് ചെയ്യുക അല്ലേ? കോഴി. ഇത് സിമെൻ്റ് അല്ലേ? ഇത് സിമെൻ്റാ. ആ, ഇതിങ്ങനെ ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കണോ? ആ ഓക്കെ. മലയെണ്ണാന് ഫ്ലെമിംഗോ ബേർഡ് ഒറ്റപ്പെട്ടത് കണ്ടോ? ഇതെല്ലാം ഉണ്ടാക്കി വെച്ചേക്കണം കേട്ടോ മോൾഡിൽ. ഇനി ഇതെല്ലാം പെയിൻറ്റ് ചെയ്യണം. എന്നിട്ട് ധ്രുവക്കരടി അല്ലേ? അതെ, പാണ്ട അല്ലേ? ആ, ഇതേതൊക്കെ സിമെൻ്റ് കേട്ടോ. അടിപൊളി കേട്ടോ. ഇതുകൊണ്ടൊരു പുലി മരത്തേൽ മരം ഒടിഞ്ഞിരിക്കുകയാണ്. അതിലൊരു പുലി, പിന്നെ ഓന്ത്. അവിടെ അതൊക്കെ ആന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. കണ്ടോ ഈ ആന കണ്ടോ? ഇത് സിമെൻ്റ് അല്ല കേട്ടോ, ഇത് ഫൈബറാണ്. മോൾഡ് എടുത്തിട്ട് ഫൈബറിലുണ്ടാക്കണം. നല്ല കട്ടി കേട്ടോ, ഫൈബറിലുണ്ടാക്കി വെച്ചേക്കണം കേട്ടോ. ഇനി ഇത് ഫുള്ള് ഡീറ്റെയിലിങ്, അതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ നമ്മൾ ആദ്യം കണ്ട ഒരു വലിയ ആനയില്ലേ, അതേ സെയിം വലിപ്പത്തിൽ കണ്ടോ. ഈ സെയിം ആനയാണ് നമ്മളിപ്പോൾ അവിടെ കണ്ട കേട്ടോ. ഇത് പെയിൻറ്റ് ചെയ്ത് കൊണ്ടുവച്ചേക്കണതാണ്. ഫുൾ ഡീറ്റെയിൽഡ് വർക്ക് കേട്ടോ. ഫൈബറാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് സിമെൻ്റ് ആയിരിക്കുമെന്ന്, പക്ഷേ സിമെൻ്റ് അല്ല, ഫൈബർ തന്നെയാണ്. ഇതിൻ്റെ വില എത്രയെന്നറിയോ? ഈ ഒരു ആനയുടെ വിലയാണ് 4,13,000 രൂപ. എൻ്റെ അമ്മോ, നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. ഫുൾ ഡീറ്റെയിൽഡായിട്ടാണ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഒരു കാട്ടുപോത്ത് നിൽക്കണമൊക്കെ. ഈ കാട്ടുപോത്തിന് നല്ല വലിപ്പമുണ്ട് കേട്ടോ. ശരിക്കും ഒറിജിനൽ കാട്ടുപോത്തിനേക്കാളൊക്കെ വലിപ്പമുണ്ട്. കേട്ടോ, നല്ല വലിപ്പമുണ്ട്. ഇതും ഇത് സിമെൻ്റാട്ടോ. ആന ഫൈബറാണ്.
അപ്പോൾ വീട്ടിൽ ഗാർഡനിലൊക്കെ വയ്ക്കാനും മൃഗങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് വെക്കാം കേട്ടോ. ഇവിടെ അവരെ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നതാണ്. ഈ വലുത് മാത്രമല്ല, ചെറുതൊക്കെ ഉണ്ട്. ആന ചെറുത് എല്ലാ സൈസിലും ഉള്ള, ഏത് സൈസിൽ ഉള്ള നമുക്കിവിടുന്ന് കിട്ടും കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ടാക്കിയപ്പോൾ ഓൾറെഡി ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ തൃക്കളത്തൂർ മൂവാറ്റുപുഴ MC റോഡിൻ്റെ സൈഡിലാണോ. അപ്പോൾ ഞാനത് ഇവിടെ കയറണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ഒന്ന് വന്നാലോ. ഇവിടെ നമുക്ക് തന്നെ ഇവിടെ ഭയങ്കര സംഭവം കേട്ടോ. ഇതിവിടെ ഉണ്ടാക്കണത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ആ ചേട്ടൻ അവിടെ നിന്ന് വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. ഇവിടെ ഇവർ അതിൻ്റെ നിർമ്മാണമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നവരാട്ടോ, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇവിടെ ഒരു ഉണ്ടോ, ഇത് മോൾഡ് ഓൾറെഡി ഇവിടെ ഇതിൻ്റെ ഡൈ ഉണ്ടാക്കി വെച്ചേക്കുക കേട്ടോ. നമ്മളിപ്പോൾ കണ്ട ആനയില്ലേ, ആന ആദ്യം സിമെൻറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാക്കും കേട്ടോ. ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഡൈ എടുക്കും. ആ ഡൈ എടുത്ത് വെച്ചേക്കണ ഒരു പോർഷൻ കേട്ടോ, ആനയുടെ ഒരു തല തുമ്പിക്കയൊക്കെ തന്നെ കേട്ടോ. അങ്ങനെ ഓരോരോ പാർട്ടായിട്ട് ആന കുറേ പാർട്ടുണ്ട്. ഇത് കണ്ടോ, ആ കൊമ്പൊക്കെ എൻ്റെ ഒരു പോർഷനാണ്. പിന്നെ കാല്, അങ്ങനെ ഓരോന്നിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കും കേട്ടോ. അപ്പം ഓർഡർ അനുസരിച്ച് ബാക്കി ഇതിൽ നിന്ന് ഡൈ എടുത്തങ്ങ് ഉണ്ടാക്കുക. കുതിര, നല്ല ജിറാഫ്, നമ്മൾ കണ്ട ഒരു കാട്ടുപോത്തിൻ്റെ ഡൈ കണ്ട. അപ്പോൾ ഇതാണ് ഫൈബർ ഷീറ്റ്. ഇതും റെസിൻ ഇല്ലേട്ടാ, റെസിനോടെ അതെ മാറ്റ്. ഓക്കെ, ഇത് റെസിനോട് വെച്ചിട്ടില്ല ചെയ്യണേ. ഈ ഒരു ഫൈബർ മാറ്റ് വെച്ചിട്ടാണോ ഉണ്ടാക്കണേ? അമ്പം പരിപാടി കേട്ടോ. ഇതുണ്ടോ കാട്ടുപോത്തിൻ്റെ ഡൈ, ഒട്ടകം, എല്ലാത്തിൻ്റെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ഓർഡർ അനുസരിച്ച് ഇത് ചെയ്ത് കൊടുക്കണതാണ്. ഇത് ആനയുടെ ഫുള്ള് ബോൾട്ട് ചെയ്ത് വെച്ചേക്കണം. അത് കണ്ടോ ഇതിനെ ചേട്ടാ, ബോൾട്ട് ചെയ്ത് വെച്ചേക്കണുണ്ട് ആനയുടെ ഒരു ഫുൾ രൂപം. എല്ലാ സംഗതികളും ഉണ്ട്. ഇതൊരു വലിയ ആനയൊക്കെ തീരാൻ എത്ര ടൈം എടുക്കും? 12 ദിവസം ഉണ്ടല്ലേ? ഓക്കെ, 12 ദിവസം. ഇതിപ്പോൾ ഉണ്ടാക്കണോ? ഇത് മയില് അല്ല, വേഴാമ്പൽ. ഓക്കെ. ഇപ്പോൾ ലൈവായിട്ട് ഉണ്ടാക്കുന്നൊന്നുമില്ല കേട്ടോ, അല്ലെങ്കിൽ നമുക്കത് കാണിച്ചു തരാറുണ്ട്. വിശന്നോ? വിശപ്പിൻ്റെ വിളി. ഇനി പെരുമ്പാവൂരിനൊരു 12 കിലോമീറ്റർ അത്രയും വരും. അപ്പോൾ ഇതാട്ടോ ഇവിടുത്തെ നമ്പർ. ആർക്കെങ്കിലും വേണമെന്നുണ്ടായത് ഈ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. ഇന്ന് മഴ പ്രതീക്ഷിച്ചിട്ടേ മഴയില്ല പിന്നെ ചേട്ടാ. മഴ തരാൻ വേണ്ടി കൊതിച്ചിറങ്ങിയതാ. പറഞ്ഞിട്ട് അതെ. നാളെ നാളെ ഇവിടെ അതിരപ്പള്ളി പോകുന്നില്ലേ? അപ്പോൾ എന്തായാലും കിട്ടും. അപ്പോൾ ഞങ്ങളങ്ങനെ പെരുമ്പാവൂർ എത്തി കേട്ടോ. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനിയിപ്പം നേരെ പോവാണ്. പെരുമ്പാവൂർ സിഗ്നൽ. ഈ സിഗ്നലിന് ഒരു കൃത്യനിഷ്ഠയില്ല, തോന്നിയ ടൈമാട്ടോ. ടൈമറൊന്നും കറക്റ്റല്ല. കേരളത്തിലെ മിക്ക സിഗ്നലിൻ്റെയും അവസ്ഥ ഇതാട്ടോ. ആ ഒരു ഓറഞ്ച് ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊന്നും വർക്കിംഗ് അല്ലെന്ന് തോന്നുന്നു. എന്നിട്ട് പോലീസുകാർ എന്നിട്ടാണ് മൊത്തം കൺട്രോൾ ചെയ്യണത്. അപ്പോൾ പെരുമ്പാവൂർ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതുപോലെ നല്ലൊരു ബ്ലോക്ക് കാണുന്നുണ്ടെങ്കിൽ പറയാം. നമ്മൾ കാലടി പാലം കയറാൻ പോവാം കേട്ടോ. പാലം കയറാനുള്ളൊരു ബ്ലോക്കാണ്, ഒരു രക്ഷയില്ല. എല്ലാ പൊന്നും ഏത് സമയത്ത് വന്നാലും കേട്ടോ. ഇത് വണ്ടി കിടക്കാൻ നോക്കി കേട്ടോ, വണ്ടി കിടക്കാണ്ട് എന്തോരം വണ്ടി എന്നല്ലേ. അതെ, വിനോദ് ചേട്ടനെ കാണാൻ പോലും ഇല്ല കേട്ടോ. ഈ ബ്ലോക്കിൽ എവിടെയോ ഉണ്ട്, എവിടെ വെച്ചോ ഞങ്ങൾ മിസ്സായിപ്പോയി. വേണേൽ നമുക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് തീർക്കാം കേട്ടോ, അത്ര ഡിലേ വരും ഇവിടെ. അതുപോലെ കേട്ടോ കിടക്കണ വണ്ടി. കാരണം ഒറ്റ പാലമുള്ളൂ. ആ പാലം കഴിഞ്ഞ് കിട്ടിയാലും കണക്കാ. അങ്കമാലി NH കയറാതെ ഈ തിരക്ക് മാറില്ല കേട്ടോ. നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിട്ടോ. ഇത് കറക്റ്റ് സെയിം ഒരു ലൈനിൽ നിൽക്കുവാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഇടയ്ക്കോടെ കയറ്റാൻ നടക്കും. അതാണ് ഈ പ്രശ്നം വന്നത്. ആ പാലത്തിന് വലിയ വീതിയില്ല, അവിടെ മൊത്തം കുടുങ്ങി പോകണം കേട്ടോ. നമുക്ക് ബിനോചേട്ടനെ പാലം കഴിഞ്ഞിട്ട് പിടിക്കാം, അല്ലാതെ ഒരു നിവൃത്തിയില്ല.
നമ്മളിപ്പോൾ ഈ ഫുട്പാത്തിലാട്ടോ ബിനോയ് ചേട്ടൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പുതിയ പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. അതുകൊണ്ടോ ഇത് കുറേ നാളായി തുടങ്ങിയിട്ട്. അതിൻ്റെ പില്ലർ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുക. ഇത് അവിടെ കാണാം. ആ പാലം വരാതെ ഒരു രക്ഷയില്ലാട്ടോ ഇവിടെ. പാലം വന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഓക്കെ ആവും. നല്ല ബ്ലോക്കല്ലേ? അപ്പോൾ അങ്കമാലി ഞാൻ ചിലപ്പോൾ തിരിച്ചിങ്ങ് പോരും കേട്ടോ. പിന്നെ ബിനോയ് ചേട്ടൻ തന്നെ അതിരപ്പള്ളിക്ക് പോയി കറങ്ങി അടിച്ചിട്ട് വാ. അപ്പോൾ ബിനോയ് ചേട്ടന് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാലോ അല്ലേ. ബിനോയ് ചേട്ടനൊരു കിഡ്ലൻ ചാനലൊക്കെ ഉണ്ട്. റൈഡാട്ടോ. റൈഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും അടിപൊളി ഒരു ചാനലാണ്. ചക്രം ബിനോയ് ഡയറി അല്ലേ? അതെ, ഫ്ലൈറ്റ് ഓർമ്മ വന്നോ? ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഇലവീരാപ്പഞ്ചിലൊക്കെ പോയി വീഡിയോ ചെയ്തിട്ടുണ്ട്. ചാനലിൻ്റെ ലിങ്ക് കൊടുത്തേക്കാട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ചേട്ടനെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ചേട്ടൻ ഫ്ലൈറ്റ് പോകണേ പിടിച്ചോണ്ടിരിക്കുക. എമിറേറ്റ്സ് അല്ലേ? എമിറേറ്റ്സിൻ്റെയാ പോകണോ? ഓക്കെ, സൂം ചെയ്തങ്ങ് പിടിക്കുക. മേഘത്തിൻ്റെ ഉള്ളിൽ കയറി. എല്ലാവരും പറയും ഇവിടെ ഫ്ലൈറ്റ് കാണുന്ന സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. അതെവിടെ? എന്നാ അവിടെ പോയാലോ? അങ്ങോട്ട് എന്നാൽ അവിടെ പോവാം. അതെയോ? എന്നാൽ അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് കാണുന്ന സ്ഥലം നമുക്ക് ഇവിടുന്ന് കാലടി ജംഗ്ഷനിൽ നിന്ന് കാഞ്ഞൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ പോകണ്ടേ. ഈ സിഗ്നലിൻ്റെ ഇവിടുന്ന് ഈ കിടക്കണ വഴിയാണ്. ഇത് ആലുവയൊക്കെ പോകുന്ന റൂട്ടാട്ടോ. ഇതിലേക്ക് പോകാനാണ് പറഞ്ഞത്. ചെങ്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത്. അവിടെ നിന്ന് റോഡുണ്ടോ? അപ്പോൾ കാലി ടൗണിൽ നിന്ന് കുറച്ച് കാഞ്ഞൂർ റൂട്ടിൽ കുറച്ചിങ്ങ് വരുമ്പോഴത്തേനും ഒരു പാലം കഴിഞ്ഞിട്ട് ഇവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട്. എയർപോർട്ട് ഇത് ബോർഡുണ്ട്. ഇത് തന്നെ വഴി. ഇത് ചെങ്കൽ സ്ഥലത്തിൻ്റെ പേര്, ചെങ്കൽ. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു പാലത്തിലേക്കാണല്ലോ കയറിയേക്കണേ. അപ്പോൾ ഞങ്ങൾ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ റൺവേയുടെ ഒക്കെ സ്റ്റാർട്ടിങ് ആട്ടോ. ഇപ്പോൾ ഇവിടുന്നല്ലേ വന്ന് ലാൻഡ് ചെയ്യണേ. ആ ലൈറ്റ്, സിഗ്നൽ ലൈറ്റൊക്കെ കാണാം. അപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്നാണ് നമ്മുടെ ബിനോയ് ചേട്ടൻ പറഞ്ഞത്. അവിടെ പോയിട്ട് ഫ്ലൈറ്റൊക്കെ കണ്ടിട്ട് അങ്ങ് തിരിച്ച് മടങ്ങാമെന്ന് വിചാരിച്ചു. അതിലൊന്ന് നോക്കട്ടെ ഏതിലേ പോകണമെന്ന് ഞങ്ങൾക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു കാഴ്ച കാണാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. അടുത്ത വീഡിയോയിൽ നോക്കാം കേട്ടോ. അത് കാണാൻ പറ്റുമെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മുടെ ഈ റൈഡ് തീരുന്നതായിരിക്കും. പിന്നെ നേരെ ബിനോയ് ചേട്ടൻ ഇവിടുന്ന് സ്ഥലം വിടുവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാൻ ട്രൈ ചെയ്യാം അല്ലേ ബിനോയ് ചേട്ടാ? കാണാൻ പറ്റുമെന്ന് ബിനോയ് ചേട്ടൻ വന്നിട്ടുണ്ടല്ലേ? ബിനോയ് ചേട്ടൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെ, നമ്മൾ ഇടുക്കിക്കാർക്ക് ഫ്ലൈറ്റ് കാണുക വെച്ചാൽ ഒരു കൗതുകമുള്ളൊരു കാഴ്ച തന്നെയാണ്. അത് തന്നെ, നിങ്ങൾ കാണുന്നവർ വിചാരിക്കും എന്നാണ്. നമുക്ക് ഫ്ലൈറ്റ് അത്രയും വലിപ്പത്തിലൊക്കെ കാണുക വെച്ചാൽ ഭയങ്കര ഇപ്പോഴും അതെ ആ ഒരു ചെറുപ്പത്തിലുള്ള ഒരു കൗതുകം ഇപ്പോഴും ഉണ്ട്. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ എന്തായാലും ആ ഒരു കാഴ്ച കാണാൻ പറ്റി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.